നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തലയുടെ ഒരു വശത്തുനിന്ന് തുടങ്ങി അസഹനീയമായ വേദനയായി മാറുന്ന മൈഗ്രെയിൻ അനുഭവിക്കുന്നവർക്കറിയാം അതൊരു സാധാരണ തലവേദനയല്ലെന്ന്. വെളിച്ചവും ശബ്ദവും പോലും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ അവസ്ഥ നമ്മുടെ ജോലിയെയും ജീവിതത്തെയും സാരമായി ബാധിക്കും. പെയിൻ കില്ലറുകൾ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും മൈഗ്രെയിനിനെ വേരോടെ പിഴുതെറിയാൻ ആയുർവേദത്തിന് സാധിക്കും. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത്? പെട്ടെന്നുണ്ടാകുന്ന തലവേദന കുറയ്ക്കാൻ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആയുർവേദത്തിലെ ഫലപ്രദമായ ചികിത്സാരീതികളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദത്തിൽ മൈഗ്രെയിനിനെ സൂര്യാവർത്തം അഥവാ അർത്ഥാവഭേദകം എന്നാണ് വിളിക്കുന്നത്. ശരീരത്തിലെ പിത്തദോഷം വർദ്ധിക്കുകയും രക്തചംക്രമണത്തെ ബാധിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. പ്രധാന കാരണങ്ങൾ: അമിതമായ മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും, വെയിലത്ത് അധികനേരം നടക്കുന്നത്, ദഹനക്കേടും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതും, കെഫീൻ ചായ കാപ്പി അമിതമായി ഉപയോഗിക്കുന്നത്. മൈഗ്രെയിൻ വേദന കുറയ്ക്കാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന വഴികളിതാ. നസ്യം: രാത്രി കിടക്കുന്നതിനു മുൻപ് 2 തുള്ളി ശുദ്ധമായ പശുവിൻ നെയ്യ് ചെറുതായി ചൂടാക്കി മൂക്കിലൊഴിക്കുന്നത് തലവേദന കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ്. പശുവിൻ പാലും നെയ്യും: ദിവസവും രാത്രി 1 ഗ്ലാസ് ചൂടുപാലിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും മൈഗ്രെയിൻ തടയാനും സഹായിക്കും. നെല്ലിക്കയും ശർക്കരയും: ദിവസവും രാവിലെ 1 നെല്ലിക്ക കഴിക്കുന്നത് പിത്തദോഷത്തെ ശമിപ്പിക്കാൻ സഹായിക്കും. തണുത്ത പടലങ്ങൾ: വേദനയുള്ളപ്പോൾ ചന്ദനമരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് തലയ്ക്ക് തണുപ്പ് നൽകുകയും വേദന കുറയ്ക്കുകയും ചെയ്യും. ജീവിതശൈലി ടിപ്സുകൾ: ധാരാളം വെള്ളം കുടിക്കുക. രാത്രി 10 മണിക്ക് മുൻപ് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാൻ സഹായിക്കും. മൈഗ്രെയിൻ മാറ്റാൻ ക്ഷമയും കൃത്യമായ ജീവിതശൈലിയും അത്യാവശ്യമാണ്. ശ്രദ്ധിക്കുക, കഠിനമായ തലവേദനയോടൊപ്പം കാഴ്ച മങ്ങുകയോ തളർച്ച അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റു ഗുരുതര പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. അങ്ങനെയുള്ളവർ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആയുർവേദ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.